ഉത്രാളിക്കാവിലെ പട്ടോലപ്പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഈ പാട്ട് കേട്ട അന്നു മുതൽ തുടങ്ങിയതാണ് ഉത്രാളിക്കാവിൽ പോകണം എന്നുള്ളത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം മാധവം തീർത്ഥയാത്രാ ഗ്രൂപ്പിലെ ഗോപാലൻ ചേട്ടൻ എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് പ്രസിദ്ധമായ ഈ ദേവീക്ഷേത്രം. സ്വർണ്ണവർണ്ണം നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചനൽ പാടത്തിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആൽമരത്തിന്റെ ഇലകളെ തഴുകുന്ന കാറ്റിന് പോലും വശ്യമായ ഒരു സൗന്ദര്യമുണ്ട്. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ദേവീക്ഷേത്രം. കേരളത്തിലെ പൂരപ്രേമികളുടെ മറ്റൊരു തട്ടകമാണ് ഉത്രാളിക്കാവ് പൂരം. വർണ്ണാഭമായ കുടമാറ്റം കൊണ്ടും ഗജരാജ സമ്മേളനം കൊണ്ടും പഞ്ചവാദ്യത്തിൻ്റെ മനോഹാരിത കൊണ്ടും അതിലേറെ അതിമനോഹരമായ ആകാശ വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് കൊണ്ടും പ്രസിദ്ധമാണ് ഉത്രാളിക്കാവ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളാവട്ടെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളാവട്ടെ, ഇവിടെ വരുന്ന ഏതൊരാൾക്കും മനഃശാന്തിയും സന്തോഷവും തരുന്ന പ്രകൃതി ഭംഗിയാണ് ഉത്രാളിക്കാവിലുള്ളത്. നിരവധി സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. മനസ്സും ശരീരവും കുളിർപ്പിക്കുന്ന മനോഹരമായ കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ക്ഷേത്രം കാണുവാൻ നിരവധി ഭക്തജനങ്ങളും വിനോദസഞ്ചാരികളും ദിനം പ്രതി ഉത്രാളിക്കാവിൽ എത്തുന്നു. നിറമാല, ചുറ്റുവിളക്ക്, നെയ്പായസം, വെടിവഴിപാട്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ഭഗവതി സേവ, ത്രികാല പൂജ തുടങ്ങി നിരവധി വഴിപാടുകൾ ജീവിത വിജയത്തിനായി ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു. ഭൂമിയുടെ മടിത്തട്ടിൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അത്ഭുതകരമായ നേർക്കാഴ്ച ഒരുക്കുകയാണ് ഉത്രാളിക്കാവ്. ഗ്രാമീണ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഉത്രാളിക്കാവ് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമൊക്കെ കണ്ട് ഏകദേശം 1 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് യാത്രയായി. എന്തായാലും അടുത്ത് നടക്കുന്ന ഉത്രാളിക്കാവ് പൂരം കാണാൻ ഞങ്ങൾ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി.